ഹലോ ഗായ്സ്, പൂവൊക്കെ ഇതാ ഇവിടെ മേടിച്ച് ഇറുത്ത് വെച്ചിട്ടുണ്ട്. ആ റോസാപ്പൂ മാത്രമേ ഇറുത്തുള്ളൂ, ബാക്കി ഇരിക്കണം. ഇവിടെ ആയിട്ട് ഇനി എന്തെങ്കിലും ഒരു ഡിസൈൻ വരച്ചിട്ട് ഇല്ല. പിന്നെ അവിടെ കൊണ്ടൊരു ആർച്ച് കെട്ടിയിരുന്നു. വളഞ്ഞപ്പോൾ ആർച്ചിൽ ഇങ്ങനെ ഉരഞ്ഞു പോയി കാർ. അടുത്തത് മഞ്ഞ വൈലറ്റാ ഇടാൻ വേണ്ടി. ന്യൂസ് പേപ്പർ ഗേൾ. ഞാൻ ധാവണ വെച്ചപ്പോ എല്ലാരും ഈ പ്രായത്തിലേക്ക് ധാവണ കണ്ടോ? അമ്മ അങ്ങനല്ല, ഉടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിലാണ് ഇത് വരാനുള്ളത്. എന്നിട്ട് അഴിച്ച് അങ്ങനെയല്ലേ ഉടുക്കാവുള്ളൂ. ഇങ്ങനെ ഉടുക്കുന്നത് ഇവിടുത്തെ എന്തിനുള്ള അടി കുഞ്ഞില് അല്ലേ പിന്നെ മറ്റേ തിരിച്ചിട്ടോട്, തിരിച്ചു കൊടുക്കാം. മറ്റേ ആ തോളിക്കൂടെ എടുത്ത് ഇങ്ങനെ ഫ്രണ്ടിലോട്ട്. ഞാൻ വിചാരിച്ച അത് കറക്കി എടുത്ത് ഇപ്പുറത്തെ സൈഡ് തോളിക്കൂടെ ഇട്. ആ ചേച്ചി ഇത് ഇട്ട് തീരട്ടെ, അമ്പലത്തിൽ പോവാൻ നേരത്ത് ചേച്ചി റെഡിയാക്കി തരാം. ഞങ്ങൾ അമ്പലത്തിൽ പോവാൻ വേണ്ടി ഇറങ്ങി ഗൈസ്. ഞാനും ഏത് അല്ല, അത് കല്ലുപ്പ്. അതും ആ കറുപ്പ് എല്ലാം, കറുപ്പ് പച്ച ഈ വരച്ചേക്കണ പിങ്ക് എല്ലാം കല്ലുപ്പാണ്. കല്ലുപ്പിൽ കളറ് മിക്സ് ചെയ്ത് ചേർത്തേക്കണേ. സാരി ചുറ്റിയ ഒരു പെണ്ണിനെ കണ്ട, സാരി പെണ്ണ്. അവർ രണ്ടും അറിഞ്ഞില്ല, നിങ്ങളായിട്ട് ഇനി കെട്ടിക്കല്ലേ. ഞാനൊന്നും ചെയ്തില്ല ചേച്ചി. ഇനി മോളിൽ പോണം ഫുഡ് കഴിക്കാൻ വേണ്ടി. മനുഷ്യനെ പോലെ ഇരിക്കും, പക്ഷെ അതൊരു മോൺസ്റ്റേഴ്സ് ആണ്. അവര് മനുഷ്യനെ തിന്നും. ഇല്ല, നമ്മുടെ അമ്മയ്ക്ക് നമ്മളെ ഭയങ്കര വിശ്വാസമാണ് ഗൈസ്. കാരണം ഒരു മുൻകതിരിലൊക്കെ വാക്ക് പറയേണ്ട ആവശ്യം എന്താണ്? വായടച്ചിരുന്നാ പോരെ. എനിക്ക് ഇതുപോലെ ഒരു വാക്കുണ്ട്, ഈ കഷ്ടം. അതിന് ഇഷ്ടാ വരുള്ളൂ, ഇഷ്ടാ വരും. ഇഷ്ടാ പെട്ടെന്ന് വരില്ല, അത് പെട്ടെന്ന് പറയണം. എന്നുവെച്ചാൽ കഷ്ടം, അതായത് കഷ്ടപ്പെട്ട് ആ ഇഷ്ട ആ സാധനം വരും. നീ എന്ത് തുലനാണ് കഴിയണത്? ഞാൻ നിന്റെ തുലനല്ല, എന്റെ കൂടെ നിന്നാണോ? പൊന്നുവിന്റെ അടുത്ത് തന്നെ. ഹലോ, പൊന്നുവിന്റെ അടുത്ത് ഇങ്ങനൊന്നും പറയണ്ടായിരുന്നു പാറു. എന്നാലും അതെന്നെ പാറു, ഒന്നും ഇല്ലല്ലോ, വളരെ
വളരെ മോശമായി പോയിട്ടോ. ദാണ്ട ഇതല്ലേ ദേവു. ആ ഇത് മെച്ചമാണ് നാഗരെ അങ്ങ് മൂടി പിടിച്ചിട്ട്. ദേവുവിനെ തിരക്കി രണ്ടുപേര് താഴ്ക്കണം. ഒരു കുടുംബ പാരമ്പര്യം എന്നൊരു വാക്ക് പറഞ്ഞത് മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ. ആ കണ്ട ഒരു കുടുംബ പാരമ്പര്യം ഒരു വാക്ക് പറയും മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. കുടുംബത്തിന്റെ കൂ ഏറ്റവും ഇളയ കുട്ടി ഊഞ്ഞാലാടാൻ പോകുന്നു. എടി നിന്റെ അമ്മയാണ് ഈ വീട്ടിലെ ഏറ്റവും ഇളയത്. ഊഞ്ഞാലാടട്ട്. അത് നിനക്കറിഞ്ഞുകൂടായിരുന്നോ? ഈ വീട്ടിലെ ഏറ്റവും ഇളയത് നിന്റെ അമ്മയാണ്. ആ ഈ വീട്ടില്. പിന്നല്ലാതെ വല്ല വീട്ടിലേം കഥ പറയാൻ പറ്റുമോ? അടി അവിടെ രണ്ടെണ്ണം കൂടെ അമ്മയും മോളും കൂടെ. അയ്യാ അമ്മ വേഴ്സസ് മോൾ. മുളക് എനിക്ക് താടി. മുളക് എനിക്ക് താന്നു. ഇനി അടുത്തതാ ഏറ്റവും കൊച്ചുകുട്ടിയുടെ ഊഞ്ഞാലാട്ടമാണ് നടക്കാൻ പോണത്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് തകൃതിയായ വീഡിയോ. അതിനല്ലേ ചേച്ചി ഈ ആട്ടതിന്റെ ഇടയിൽ അപ്പൊ അവിടെ നിന്ന് കയർ ചെറുതായിട്ടൊന്ന് അഴിഞ്ഞു കഴിഞ്ഞാ നല്ല രസമായിരിക്കൂലേ? പൊളിക്കും പൊളിക്കും. ഇവിടെ നമുക്ക് വേറൊരു അത്തപ്പൂ വരും. വാഴക്കപ്പത്തിനുള്ള സാധനങ്ങൾ ഇതായിരിക്കുന്നു. അമ്മാമ്മ ഇതിപ്പതാ ആൾക്കാര് കഴിക്കാൻ പറഞ്ഞതിന് മുമ്പ് ഇവളമാര് തിന്നു തീർക്കും. നേരത്തെ ഞാൻ വരുമ്പോഴാണ് ഇതൊക്കെ എവറി ഡോഗ് ഹാസ് എ ഡേ. അതാണ് കിട്ടിയല്ലേ? എന്നെ തൊട്ട് എന്റെ പിള്ളേര് ചോദിക്കാൻ വരും ഇടാൻ വേണ്ടി ചേച്ചി ചേച്ചി. അവക്ക് ഇന്ന് തന്നെ അറിയാവുള്ളൂ, നാളെ തൊട്ട് അവക്ക് അറിഞ്ഞൂടാ. അമ്മുവിന്റെ ഷോൾ അമ്മ കട്ടെടുത്ത് ഗൈസ്. ആര്? വിച്ച് മാനിയാക്ക് മമ്മി? കൊച്ചനൊക്കെ എത്തിയാ? നിന്റെ ഡാഡി മമ്മീനെ ആയിരുന്നു പറഞ്ഞത്. അവള് ചിരിക്കണ്. നിന്റെ അച്ഛനും അമ്മയല്ലേ കുടുംബക്കാരല്ലേ? ഇഡലി ഉണ്ട്, സാമ്പാറുണ്ട്, ചമ്മന്തി ഉണ്ട്, ഉഴുന്നുവടയുണ്ട്, അതുപോലെ വാഴക്കപ്പം ഉണ്ട്. വാഴക്കപ്പം അവിടെ അമ്മാമ്മ പൊരിക്കണതേ ഉള്ളൂ. കുഞ്ഞിവിടെ ആക്കിയിട്ട് പോവാ. നീ പൊട്ടി പറയില്ലേ? പൊട്ടി താഴെ വരണം. നിങ്ങളെ മോളാണ് വയറും തള്ളിയിരിക്കാൻ പോകുന്നത്.
ഒറ്റടി തീരുവോ? നീ അപമാനിക്കരുത്. ഏയ് ഒരിക്കലും ഇല്ല, ഞാൻ അങ്ങനെ ചെയ്യോ? ഈ രണ്ട് പെമ്പിള്ളാരും കൂടെ ഇവിടെ അത്രയും ചവറാക്കണണ്ട. ഓ പിച്ചി പിച്ചി. തലയിലൊക്കെ കണ്ട രണ്ടെണ്ണം കൂടി ഇരിക്കണ പൂ മൊത്തം പിച്ചി പിച്ചി ഇവിടെ അത്ര ഇടുവാണ്. ചേച്ചി ഞങ്ങൾ ബോളി ഉണ്ടാക്കിയാണ്. ബോളി പണി ഒന്നായി, ഇപ്പോഴാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് തിന്നാനുള്ള ഭാഗ്യം ഉണ്ടാവുമെന്ന് അറിഞ്ഞൂടെ, എന്തായാലും ഉണ്ടാക്കുകയാണ്. അടുത്ത പാത്രം കഴുകി സഹായിക്കുന്ന ഒരു കൊച്ചിനെ കണ്ട ആകെ അവൾക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. ചേച്ചി ഞാൻ ഇളക്കി. അവള് നല്ലതായിട്ട് പായസം ഇളക്കി മറിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഞങ്ങളുടെ പായസം റെഡി ആയിട്ടുണ്ട്, പാലട പായസം. ഇനി നെക്സ്റ്റ് ഞങ്ങളിതാ ബോളി റെഡിയാക്കാൻ പോണ്. ഇവിടെ കടലപ്പരിപ്പൊക്കെ ചെറുതായിട്ടൊന്ന് പാളയെന്ന് വിചാരിച്ചു, പക്ഷെ എനിക്ക് ഭയങ്കര ബുദ്ധി ആയതുകൊണ്ട് ഞാൻ അതിനെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ ചേച്ചി എന്തൊക്കെ ഇളക്കല് മറക്കരുത് കേട്ടോ. ഇല്ല ഇല്ല ഇല്ല, നീ അത് നല്ലോണം ഇളക്കി നല്ല പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. നല്ലോണം ഇളക്കിയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഗുണം ഇപ്പൊ കാണാൻ അതല്ല അധികം കഴിവെടുക്കേണ്ട മതി. ആ എന്റെ ഐഡിയ പൊട്ടിക്കും, പൊട്ടിച്ച് വായിൽ വെച്ചു കൊടുക്കും. അലുമിനിയം ഫോയിൽ എടുത്തോട്. പകുതിക്ക് വെച്ച് ഞങ്ങൾ ഉണ്ടാക്കൽ നിർത്തി. കാരണം എല്ലാവരും 3 ആയതുകൊണ്ട് എല്ലാവരും വിശന്ന് വയലൻ്റ് ആയി തുടങ്ങി. പിന്നെ ഞങ്ങൾ കുറച്ച് പായസം ഇവിടെ ബാക്കി വെച്ച് പൊടിഞ്ഞു പോയി എന്നും പറഞ്ഞ് ബോളിയും കുറച്ചെടുത്ത് ഇവിടെ വെച്ച് ശരിക്കും അത് പൊടിഞ്ഞു പോയി. എന്നിട്ട് ഞങ്ങളതാ തിന്നാൻ പോടെ ഗൈസ്. എങ്ങനെയുണ്ടോ? ഇനിയെങ്കിലും പാറ വന്നില്ലെങ്കിൽ ഈ സാധനം ഞങ്ങൾ തീർക്കും. അവൾ തവി വരെ നക്കി തുടങ്ങി. എൻ്റെ താകത കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കി എത്ര ഞങ്ങൾ തിന്ന്. പക്ഷേ അവൾ ഉടനെ വന്നില്ലെങ്കിൽ അതും കൂടെ തീരും. വിളിച്ചിട്ട് അവൾ എവിടെ പോയോ? അവൾ എവിടെ പോയത്? പൊന്നിനെ വിളിക്കാൻ പോയി. അവർ രണ്ടും വരുമ്പോഴത്തേക്ക് പാത്രം കാലി. പാത്രം എടുത്തു കൊടുത്തിട്ട് ഞങ്ങൾ മുകളിൽ സദ്യ കഴിക്കാൻ പോകും. അയ്യോ അയ്യോ. ഇതെനിക്കിനി പുതുശ്ശേരിക്ക് പോകണം, അമ്മയുടെ വീട്ടിൽ. പെട്ടെന്ന് വരാൻ പറയാൻ എന്നൊരു കൂട്ടം. ഞങ്ങൾ ഇത്ര നേരം നിനക്ക് വേണ്ടി കഴിക്കാതെ കാത്തിരിക്കുകയായിരുന്നു. എവിടെയെല്ലാം പറഞ്ഞിട്ടോ സമയത്തിന് വരത്ത് പോലുമില്ല. നമ്മൾ തൊട്ടാ സാധനം. ഞങ്ങളുടെ ആത്മാർത്ഥതയെ അവൾ ചോദ്യം ചെയ്തു. നിങ്ങളിവിടെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. ഞങ്ങളുടെ ആത്മാർത്ഥതയെ അവൾ ചോദ്യം ചെയ്തു. ഇനി മതിയടി, ഇത് നീ കഴുകി വെക്കും പാത്രം. ഞാൻ വേണമെങ്കിൽ പാത്രം നക്കി തുടച്ച് വെക്കാം. ജസ്റ്റ് ഒരു വെള്ളം വെച്ച് കഴിക്കാൻ മതിയോ? ഓർമ്മ വേണം. ഇപ്പൊ ചെല്ലുമ്പോ ഇത്ര നേരം ഇവിടെ അച്ഛൻ വരെ നമ്മളെ കിട്ടുന്നത് അത് ജനറ്റിക് പ്രോബ്ലം, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ കുടുംബത്തോടെ നമ്മളെ ചെറു വിളിക്കുന്ന സീനാണ് അടുത്ത നിങ്ങൾ കാണാൻ പോകുന്നത്. ഞങ്ങൾ പോയി കിട്ടാനുള്ളത് മേടിച്ച് സദ്യം കഴിച്ചു. പിന്നെ പേരിനാണെങ്കിൽ സദ്യ ഇതിലൊന്നും ഇറങ്ങൂലെന്ന്. അതാരത് വരാന്തോ ഓടി ഓടി വരും. വീഡിയോ എടുത്തിട്ടൊന്നും പറയുന്നു. നാട്ടുകാരെ കാണുന്നുണ്ട്, തെരു വിളിച്ച ആൾക്കാരെ കേൾക്കും. മോശമാണ് നിങ്ങൾക്ക് എന്നാ മോശം. പപ്പടം പപ്പടം ഞാൻ ഉണ്ടാക്കിയ ബോളി, അമ്മാമ്മ ഉണ്ടാക്കിയ പായസം, എന്നാ പിന്നെ അപ്പ ഉണ്ടാക്കിയ പായസം ഉണ്ടാക്കി. പക്ഷെ അത് എൻ്റെ ഓണർഷിപ്പാണ്. അല്ല ഇത് പൊന്നു ചേച്ചി ഇടായിരുന്നു. അതാണ് പൊന്നു പാവം കുറെ ഇളക്കി കഷ്ടപ്പെട്ട്. അവസാനം ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഇളക്കല്ലേ. പൊന്നു താഴെ ചോറ് കഴിക്കണം.
വൈകുന്നേരം പോകാം. 4 മണിയാകുമ്പോൾ ബോട്ടിൽ ഇവിടെ 5 രൂപയല്ലേ ഒരു കഴിച്ചോ? അത് നേരത്തെ ബുക്ക് ചെയ്താലേ കിട്ടുള്ളൂ. പക്ഷെ അങ്ങനെ നമ്മൾ അവിടെ എൻജോയ് ചെയ്ത് നിൽക്കുമ്പോൾ അതിലേക്ക് 4 മണിക്ക് നമ്മൾ അവിടെ ചെന്നിട്ട് ബുക്ക് ചെയ്യാം വേണമെങ്കിൽ. അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. ബോളി എങ്ങനെ ഉണ്ട്? വെക്കട്ടാ ബോളി കൊള്ളാം. അച്ചാച്ചനെ വെക്കട്ടാ അങ്ങനെ ചുട്ടനെയാണ് ഇത്തിരി ക്രിസ്പി ആയിപ്പോയത്. ഇപ്പഴല്ലേ പറഞ്ഞ ക്രിസ്പി ആയിട്ടുണ്ടെന്ന് അച്ഛൻ സ്കൂളിൽ ക്രിസ്പി സോഫ്റ്റ് ആണ്. ശകലം മധുരമാവായിരുന്നു. പായസം കൊണ്ടോ പായസം കൊണ്ടോ കൂടി കഴിക്കാം. ആ പരിപ്പ് തന്നെയായിരുന്നു ഇട്ടേ. അല്ല അവൾ പരിപ്പ് വാങ്ങിച്ചോണ്ട് വന്നു കടയിൽ നിന്ന്. പായസ പരിപ്പ് കൊച്ചിന്റെ 1 കിലോ ഇത് സാമ്പാർ പരിപ്പ് എന്തിനാണ് അത്രയേ പോയുള്ളൂ. തിരിച്ച് കറങ്ങി എന്നാ മതി. ഒരു ഫുൾ സദ്യയുടെ വീഡിയോ എടുക്കണ്ടേ? ും കൂടി ഇരുന്ന് അവിടെ ഇരുന്ന് കയറ്റി എന്നിട്ട് വന്നപ്പം സദ്യ തിന്നാൻ പറ്റുന്നില്ല, മൊത്തം പിടിക്കണം തിന്നപ്പം. വീട്ടിൽ പോകണം, ഇനി ഒരുങ്ങി കുലശേരത്ത് പോകണം. അവിടെ ചെന്നിട്ട് രാത്രി വരെ കിടന്ന് ഉറങ്ങണം, എന്നിട്ട് തിരിച്ചു വരണം, സിനിമയ്ക്ക് പോകണം. എത്രയൊക്കെ പണിയെടുത്താലും സദ്യ തിന്നു കഴിയുമ്പോൾ ഉണ്ടാവണം അത്രയും ക്ഷീണം ഇപ്പോൾ പോലും ഉണ്ടാവില്ല. അതാണ് പറ്റും. ഞങ്ങളുടെ ഓണം എല്ലാ വർഷം ഇങ്ങനെയൊക്കെ തന്നെയാണ് ആവാറ്. മുകളിൽ തന്നെ ആയിരിക്കും എപ്പോഴും, അമ്മമ്മയുടെ അവിടെ ആയിരിക്കും, എല്ലാവരും കൂടിയിട്ട് ഓണം. ഞാനിവിടെ ഒരു പാൽപ്പായസം എൻ്റെ വകയായിരിക്കും, അത് ഞാൻ വയ്ക്കും, ബാക്കിയെല്ലാം മുകളിലും ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ബൈ.